നമുക്കൊന്ന് നാടൻ ഗുണ്ട് അല്ലെങ്കിൽ ഉണ്ടംപൊരി, നല്ല പഞ്ഞി പോലെയുള്ള ഉണ്ടംപൊരി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അതിനുവേണ്ടി എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്തിട്ടുണ്ട്. പഴം, മാവ്, ശർക്കര, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട്. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ശർക്കരയിൽ വെള്ളം ഒഴിക്കുകയാണ്. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശർക്കര നന്നായി ഉരുകി വരണം. അതിനുശേഷം അത് അരിച്ച് എടുക്കേണ്ടതാണ്. അരിപ്പ് എടുത്തിട്ടുണ്ട്. ശർക്കര അതിലേക്ക് ഒഴിച്ച് നന്നായി അരിച്ച് എടുക്കുക. എപ്പോഴും ശർക്കര അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യത്തിന് മാത്രം ശർക്കരയൊക്കെ എടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്ക് മിക്സിയിൽ പഴം ഇട്ട് കൊടുക്കാവുന്നതാണ്. പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം പഴവും ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശർക്കരയും ആവശ്യത്തിന് മാത്രം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോഴത് റെഡിയായി വന്നിരിക്കുകയാണ്. ഈ ഒരു രൂപത്തിലേക്കായി മാറുന്നതാണത്. ഇനി നമുക്ക് ആവശ്യത്തിന് മാവ് എടുക്കാവുന്നതാണ്. മാവ് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ മാത്രം മാവ് എടുക്കേണ്ടതാണ്. ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനാണ് ഇത്രയും കൂടുതൽ മാവ് എടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിന് മാത്രം മാവ് എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും പഴവും ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഏലക്ക പൊടിച്ച പൊടി, പിന്നെ ജീരകം, പിന്നെ സോഡാപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം. ഇപ്പോൾ ജീരകമാണ് ഇടുന്നത്. അതും ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതിയാകും. അതിനുശേഷം സോഡാപ്പൊടി കൂടെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലേക്കായി അത് മാറുന്നതാണ്. ഇനി നമുക്കിതിനെ 2 മണിക്കൂർ അടച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതിനെ 2 മണിക്കൂർ അടച്ചു വയ്ക്കാവുന്നതാണ്. 2 മണിക്കൂർ കഴിഞ്ഞ് അത് തുറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാവെല്ലാം റെഡിയായിരിക്കുകയാണ്. ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നന്നായി തന്നെ തിളയ്ക്കേണ്ടതാണ്. തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായി കൈവച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ തിളച്ച എണ്ണയിലേക്ക് തന്നെ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞു. നമുക്കിങ്ങനെ സ്പൂൺ ഉപയോഗിച്ച് അത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിനായി പാത്രം എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ടംപൊരി. നല്ല സോഫ്റ്റായ പഞ്ഞി പോലുള്ള ഉണ്ടംപൊരി അല്ലെങ്കിൽ ബോണ്ട. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.